പെരുന്നാൾ അസ്തമാനത്തിൻ്റെ സമയത്ത് അഥവാ ശവ്വാൽ രാത്രിയുടെ തുടക്കത്തിൽ ഒരാൾ എവിടെയാണോ ഉണ്ടായത് അവിടെയാണ് ഫിത്ർ സക്കാത്ത് കൊടുക്കേണ്ടത്. അപ്പോൾ ഒരാൾ വിദൂരത്താണ് താമസിക്കുന്നത്, ഭാര്യയും മക്കളും സ്വന്തം നാട്ടിലാണുള്ളത്. അപ്പോൾ സക്കാത്ത് നിർബന്ധമാകുന്ന സമയത്ത് എവിടെയാണോ ഉള്ളത് അവിടെയാണ് സക്കാത്ത് കൊടുക്കേണ്ടത്, അവിടുത്തെ ധാന്യമാണ് കൊടുക്കേണ്ടത്. ഭാര്യ മക്കളുടെ സക്കാത്ത് സ്വന്തം ഭാര്യയോ അല്ലെങ്കിൽ മറ്റുള്ളവരെയോ വക്കാലത്താക്കാം. സ്വന്തം സക്കാത്ത് എവിടെയാണുള്ളത് വെച്ചാൽ അവിടെ കൊടുക്കുക. അവിടെ ഗോതമ്പാണ് വെട്ടണമെങ്കിൽ ഗോതമ്പ് കൊടുത്തോളൂ. യാതൊരു കാരണവശാലും ഫിത്ർ സക്കാത്ത് പൈസയായി കൊടുക്കാൻ പറ്റില്ല. അങ്ങനെ കൊടുത്താൽ വീടുകയുമില്ല. അതുപോലെ സക്കാത്ത് കമ്മിറ്റി, ചാരിറ്റി എന്നിവയിലേക്ക് ഒരാൾ സക്കാത്തിൻ്റെ സംഖ്യ കൊടുത്താൽ സക്കാത്ത് കൂടില്ല. ബാധ്യത വീടാതെ നമ്മൾ എത്ര കൊടുത്തുകൊണ്ടും കാര്യമില്ല. നിയ്യത്തോടുകൂടെ ഫിത്ർ സക്കാത്താവട്ടെ മറ്റ് സക്കാത്തുകളാവട്ടെ സ്വന്തം കൊടുക്കുക, അല്ലെങ്കിൽ നിർണിതമായ ഒരു വ്യക്തി ഏൽപ്പിക്കുക. അയാൾ പ്രായപൂർത്തിയുള്ള ആളും ബുദ്ധിയുള്ള ആളും കാര്യം കൈകാര്യം ചെയ്യാൻ കഴിവുള്ള ആളുമായിരിക്കും. വളരെ പ്രധാനമായും ശ്രദ്ധിക്കേണ്ട മറ്റൊരു വിഷയം, ഒരു വീട്ടിൽ തന്നെ 2-3 ഫാമിലികളുണ്ടാവും. നാട്ടിലുള്ള പലരുടെയും പതിവ് പ്രകാരം വീട്ടിലുള്ള ഒട്ടാകെ ആളുകളെ എണ്ണ എടുത്തിട്ട് 1-2 ചാക്ക് അരി എടുത്ത് ഒന്നായിട്ടങ്ങ് വിതരണം നടത്തും. അത് പറ്റൂല. ഓരോ ഫാമിലിയും ഒന്നുകിൽ അവർ തന്നെ നേരിട്ട് കൊടുക്കുക ഫർദ് നിയ്യത്തോടു കൂടെ, അല്ലെങ്കിൽ നിയ്യത്ത് വെച്ചിട്ട് ആ കുടുംബങ്ങൾ ഒരാളെ ഏൽപ്പിക്കും. ഒരു 3-4 ഫാമിലി ഉണ്ടെങ്കിൽ ഒരു വീട്ടിലുണ്ടെങ്കിൽ ആ 3 ഫാമിലിയുടെ അല്ലെങ്കിൽ 4 ഫാമിലിയുടെ സക്കാത്ത് ഓരോരുത്തർക്കും സ്വന്തം കൊടുക്കാം. അതല്ല, ഈ ഫാമിലികൾപ്പെട്ട ഒരാളെ ഏൽപ്പിക്കാം, പക്ഷെ അവർ നിയ്യത്ത് ചെയ്തിട്ടായിരിക്കണം ഏൽപ്പിക്കുന്നത്. എന്നിട്ട് ഒന്നായിട്ട് വിതരണം ചെയ്താലും കുഴപ്പമില്ല. മഗ്‌രിബിന്റെ സമയമാണ് സക്കാത്ത് കൊടുത്തു കൂട്ടാനുള്ള സമയം പ്രവേശിക്കുന്നത്. പെരുന്നാൾ നിസ്കാരത്തിന് മുമ്പായിട്ട് അതിനെ കൊടുത്തു കൂട്ടലാണ് ഉത്തമം. പെരുന്നാൾ നിസ്കാരം വരെ ബന്ധിക്കൽ കറാഹത്താണ്. മഗ്‌രിബ് വരെ ബന്ധിക്കൽ ഹറാമാണ്. അടുത്ത ബന്ധുക്കൾ, അയൽവാസികൾ അല്ലെങ്കിൽ കൂടുതൽ ആവശ്യക്കാർ പെരുന്നാൾ നിസ്കാരത്തിന് ശേഷം വരും എന്ന് കണ്ടാൽ ബന്ധിപ്പിക്കാം. പക്ഷേ മഗ്‌രിബ് വരെ ബന്ധിക്കാൻ പാടില്ല, അത് ഹറാമാണ്. അഥവാ ബന്ധിച്ചു പോയാൽ ഉടനെ കൊടുത്തു കൂട്ടലും നിർബന്ധമാകും. അടുത്ത ബന്ധുക്കൾ, അയൽവാസികൾ, സജ്ജനങ്ങൾ, ഉലമാക്കൾ പോലെയുള്ളവർക്ക് മുൻഗണന നൽകൽ പ്രത്യേകം സുന്നത്തുണ്ട്. അപ്പോൾ അടുത്ത ബന്ധുക്കളിൽ, അയൽവാസികളിൽ ആരെങ്കിലും കൂടുതൽ ആവശ്യക്കാരുണ്ടെങ്കിൽ, അവകാശികളായിട്ടുണ്ടെങ്കിൽ അവർക്ക് കൊടുത്താലാണ് പ്രതിഫലം കൂടുതലാകുക. ഒന്ന്, ഈ ബാധ്യത കൂടിയതിൻ്റെ സക്കാത്ത് കൂടിയതിൻ്റെ പ്രതിഫലവും, മറ്റൊന്ന് ബന്ധം ചേർത്തിയതിൻ്റെ പ്രതിഫലവും. എന്നാൽ അവകാശികളല്ലാത്തവർക്ക് കൊടുക്കാൻ പാടില്ല.
താൻ സക്കാത്ത് കൊടുത്തത് അവകാശിയല്ലാത്ത ആൾക്കാണ് എന്ന് ബോധ്യപ്പെട്ടാൽ അയാളിന് തിരിച്ചു വാങ്ങി ആവശ്യക്കാരന് കൊടുക്കുക. അല്ല അയാളെ കാണുന്നില്ല, അല്ലെങ്കിൽ അയാളിന് തിരിച്ചു വാങ്ങാൻ പ്രയാസമുണ്ട് എങ്കിൽ മറ്റൊന്നതിന് പകരമായിട്ട് സക്കാത്തായിട്ട് കൊടുക്കണം.